വെൽക്കം ബാക്ക് ടു സിലോസ് കിച്ചൺ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ട്രെൻഡിങ് ചോക്ലേറ്റ് റെസിപ്പിയാണ്, കുനാഫ പിസ്താഷ്യൂ ചോക്ലേറ്റ് റെസിപ്പി. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് കുനാഫയുടെ ഡോ വേണം. പിന്നെ വേണ്ടത് ചോക്ലേറ്റ്സ് വേണം. മിൽക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്, വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ മിൽക്ക് ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണം ഡാർക്ക് യൂസ് ചെയ്യാം. പിന്നെ പിസ്ത വേണം, ബട്ടർ വേണം, കുറച്ച് എള്ള് വേണം, മിൽക്ക് മെയ്ഡ് വേണം. ആദ്യം നമുക്ക് ഈ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഡബിൾ ബോയിലിംഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഞാനിത് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ മിൽക്ക് ചോക്ലേറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഡാർക്ക് ചോക്ലേറ്റിന് കുറച്ചൊരു കൈപ്പരസ് ആയതുകൊണ്ടാണ് മിൽക്ക് ചോക്ലേറ്റ് എടുത്തത്. അതല്ലെങ്കിൽ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ളത് ഏതാണോ മോൾഡ് അതിലുപയോഗിച്ചിട്ട് നമുക്ക്, ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള മോൾഡാണ്, അപ്പോൾ അതിൽ ഞാൻ ചോക്ലേറ്റ് ഒഴിച്ച് വയ്ക്കുന്നുണ്ട്. ഇനി മോൾഡ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു സ്ക്വയർ ട്രേ കയ്യിലുണ്ടെങ്കിൽ അതിലൊഴിച്ചിട്ട് ഫസ്റ്റ് ലെയർ ചോക്ലേറ്റ് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് നമുക്കിനി കുനാഫ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ചോക്ലേറ്റ് നമ്മൾ എത്ര മോൾഡിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ടോ അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ അത്ര ആവശ്യമുള്ള കുനാഫ നമുക്ക് ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്യുക. എന്നിട്ടൊരു പാനിലോട്ട് ബട്ടർ ഇടുക. അതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച കുനാഫയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കളറ് ചേഞ്ച് ചെയ്യുന്ന വരെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഇനി കുനാഫയുടെ ഡോ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ സൈസിലുള്ള വെർമിസെല്ലി വെച്ചിട്ട് നമുക്ക് ഈ ഒരു ചോക്ലേറ്റ് തയ്യാറാക്കുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് വേറൊരു ബൗളിലോട്ട് ഇത് മാറ്റാം. ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോഴേക്കും നമുക്ക് പിസ്തയുടെ ഒരു ഇത് ചെയ്യാനുണ്ട്, ഒരു ക്രീം തയ്യാറാക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിസ്ത ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാനിലോട്ട് ഞാൻ പിസ്ത ഇട്ടിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് എള്ളും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. വൈറ്റ് എള്ളാണ് ചേർക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് വെച്ചാൽ നമ്മുടെ പിസ്തയും അതുപോലെ തന്നെ വൈറ്റ് എള്ളും കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതൊന്ന് പൊടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് ഇട്ടിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ഇതൊന്ന് അരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തത് ഇതിലോട്ട് ഒഴിക്കണം. വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്നത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ തന്നെയാണ്. പിന്നെ നെക്സ്റ്റ് നമുക്ക് മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഇതൊരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. ഇനി ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് പാലും കൂടി ചേർത്തിട്ട് വേണം അത് നന്നായിട്ടൊന്ന് നമുക്ക് അടിച്ചെടുക്കാം. ഈ അടിച്ചെടുത്ത ഈ ഒരു ക്രീം പിസ്തയുടെ നമ്മുടെ മിൽക്ക് ചോക്ലേറ്റ് അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡ് എന്നിവ ചേർത്തിട്ടുള്ള ഈ ഒരു മിക്സ് നമുക്ക് നേരത്തെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച കുനാഫയിലോട്ട് ആഡ് ചെയ്യുക. നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റിൻ്റെ ഏതാണോ മോൾഡ് അത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ ഉള്ളിലായിട്ട് ഫില്ല് ചെയ്യുക. എല്ലാ സൈഡിലും നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്യുക. ഇതാണ് ഞാൻ പറഞ്ഞത്, ജസ്റ്റ് ഒരു സ്ക്വയർ ബോക്സ് ഉണ്ടെങ്കിൽ നമുക്കത് തയ്യാറാക്കാം. ആദ്യം ചോക്ലേറ്റിൻ്റെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലും കുറച്ചും കൂടി ചോക്ലേറ്റ് നമുക്ക് മെൽറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ചോക്ലേറ്റ് തയ്യാറാക്കാൻ. അപ്പോൾ അതിൻ്റെ ഫില്ലിങ്ങാണ് കുറച്ച് തയ്യാറാക്കാനുള്ളത്. അപ്പോൾ അത് ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് പിസ്ത ഒന്ന് റോസ്റ്റ് ചെയ്യുക, കുറച്ച് എള്ള് ഇതെല്ലാം ആഡ് ചെയ്തിട്ട് റോസ്റ്റ് ചെയ്ത് മിക്സ് ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വയ്ക്കുക. അപ്പോൾ തണുത്തതിന് ശേഷം ഡിമോൾഡ് ചെയ്യുക. നമ്മുടെ ചോക്ലേറ്റ് തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മൾ മിൽക്ക് ചോക്ലേറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഒരു ടേസ്റ്റിയാണ്. ഡാർക്ക് ചോക്ലേറ്റ് ആണ് കുറച്ചൊരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ മിൽക്ക് ഹാഫും അതുപോലെ തന്നെ ഡാർക്ക് ഹാഫും ആക്കിയിട്ട് രണ്ടും കൂടി ഹാഫ് ആക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ മെൽറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ യൂസ് ചെയ്താൽ കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ള കളർ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ വേറൊരു കാര്യം, നമ്മളിപ്പോഴും ചോക്ലേറ്റ്സ് ഒന്ന് സെറ്റാവാൻ വേണ്ടി വെക്കുമ്പോൾ ഫ്രീസറിൽ വെക്കരുത്. ഒന്നെങ്കിൽ നോർമൽ ടെമ്പറേച്ചറിൽ വെക്കാം, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ടുള്ള നമ്മുടെ കുനാഫ പിസ്താഷ്യോ ചോക്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.